വകുപ്പിലെ ക്രമക്കേടുകളോടും ഒളിച്ചുകളികളോടും യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ ഉറപ്പിച്ചു പറയുകയാണ്. തുരപ്പൻ പണി കാണിക്കുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുപൊറുപ്പിക്കില്ലെന്നാണ് മന്ത്രിയുടെ കർശനമായ നിലപാട്. അതിന്റെ ഭാഗമായി ആരോഗ്യവകുപ്പിൽ ആദ്യ ശുദ്ധികലശം നടത്തിയത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ.ജെ. റീനയെ മാറ്റിക്കൊണ്ടായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് നാടകീയ രംഗങ്ങളായിരുന്നു. ആരോഗ്യവകുപ്പ് ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് ഇവരെ നീക്കിയത് വലിയ നിയമ പോരാട്ടങ്ങൾക്ക് വഴിവെച്ചു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിനെ സമീപിച്ച് അനുകൂല വിധി നേടിയെങ്കിലും പിന്നീട് DHS കസേരക്കായി ഡോക്ടർ വി മീനാക്ഷിയുമായി നടത്തിയ കസേര തർക്കം വകുപ്പിനെ തന്നെ നാണം കെടുത്തുന്ന രീതിയിലേക്ക് വളർന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതാ റീനയ്ക്കെതിരായ അന്വേഷണ നടപടികൾ ആരോഗ്യവകുപ്പ് കൂടുതൽ ശക്തമായിരിക്കുകയാണ്. തൃശൂർ ജില്ലാ മെഡിക്കൽ ഓഫീസറായിരുന്ന കാലയളവിൽ കോവിഡ് പ്രതിരോധത്തിനായി സർക്കാർ അനുവദിച്ച ദുരന്ത നിവാരണ ഫണ്ട് വകമാറ്റി ചെലവഴിച്ചുവെന്ന ധനകാര്യ പരിശോധനാ വിഭാഗത്തിന്റെ കണ്ടെത്തലാണ് ഈ പുതിയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയത്. ഡോക്ടർ റീനയ്ക്കെതിരെ അതീവ ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകളാണ് നിലവിൽ ഉയർന്നിരിക്കുന്നത്. 2018 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ തൃശൂർ DMO ആയിരിക്കെ മഹാമാരിയുടെ സമയത്ത് ജനങ്ങളുടെ സുരക്ഷയ്ക്കായി സർക്കാർ അനുവദിച്ച തുകയിലാണ് തിരിമറി നടന്നതെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പ്രത്യേകിച്ചും 2020 ഫെബ്രുവരി 4, മെയ് 5 എന്നീ തീയതികളിൽ കോവിഡ് പ്രതിരോധത്തിനായി അനുവദിച്ച ഫണ്ടുകൾ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്നതിന് പകരം വകമാറ്റി ചെലവഴിച്ചു എന്നതാണ് ധനകാര്യ പരിശോധനാ വിഭാഗം കണ്ടെത്തിയ പ്രധാന ആരോപണം. ഇതിനെല്ലാം ഉപരിയായി ഭിന്നശേഷി കമ്മീഷണറുടെ ഭാഗത്തു നിന്നും ഇവർക്കെതിരെ നേരത്തെ രൂക്ഷമായ വിമർശനങ്ങൾ ഉയർന്നിട്ടുണ്ട്. തൃശൂർ DMO ആയിരിക്കെ ഭിന്നശേഷിക്കാരായ ഒരു ദന്തൽ സർജന് അർഹമായ അവധി നിഷേധിക്കുകയും ശമ്പളം തടഞ്ഞുവെക്കുകയും ചെയ്തത് വലിയ നിയമലംഘനമാണെന്ന് കമ്മീഷണർ വിലയിരുത്തി. ഇത്തരമൊരു ഉദ്യോഗസ്ഥ ഭരണം ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങളെ ഹനിക്കുന്നതായിരുന്നെന്നായിരുന്നു കമ്മീഷണറുടെ നിരീക്ഷണം. ആ കേസിൽ ഡോക്ടർ റീനയെ ജില്ലാ മെഡിക്കൽ ഓഫീസർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്നും അവർക്കെതിരെ വകുപ്പ് തല അച്ചടക്ക നടപടികൾ സ്വീകരിക്കണമെന്നും കമ്മീഷണർ ശുപാർശ ചെയ്തിരുന്നു. ദുരന്ത നിവാരണ ഫണ്ട് തിരിമറി കേസ് റീനയുടെ കരിയറിലെ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറാനാണ് സാധ്യത. വകുപ്പ് തല അന്വേഷണം റീനയ്ക്ക് തിരിച്ചടിയാകുമോ എന്ന കാത്തിരിപ്പിലാണ് കേരളത്തിലെ ആരോഗ്യ മേഖല. ആരോഗ്യവകുപ്പിന്റെ വിശ്വാസ്യത വീണ്ടെടുക്കുന്നതിനും ഭരണപരമായ സുതാര്യത ഉറപ്പാക്കുന്നതിനും ഇത്തരം വിഷയങ്ങളിൽ നീതിപൂർവമായ അന്വേഷണം അത്യാവശ്യമാണ്. കേവലം ആരോപണങ്ങളിൽ ഒതുങ്ങാതെ കുറ്റക്കാരെന്ന് കണ്ടെത്തുന്ന ഉദ്യോഗസ്ഥർക്കെതിരെ മാതൃകാപരമായ നടപടികൾ ഉണ്ടാവുകയെന്നത് നിയമവ്യവസ്ഥയോടുള്ള ഉത്തരവാദിത്തമാണ്. വിവാദങ്ങളുടെയും അഴിമതി ആരോപണങ്ങളുടെയും പശ്ചാത്തലത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് ഏറെ നിർണായകമായിരിക്കും.